ഹായ് എവരിവൺ. ഈ വീഡിയോയിൽ നീറ്റ് എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നീറ്റ് എന്ന് പറയുന്നത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ആണ്. NTA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. നീറ്റ് എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് MBBS, BDS, ആയുഷ് എന്ന് പറയുന്നത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, അതേപോലെ ബാക്കി പല ഡെൻ്റൽ കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ സഹായിക്കുന്ന ഒരു എക്സാമാണ് നീറ്റ്. നീറ്റ് ഓൾ ഇന്ത്യ ലെവലിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ കൊല്ലം ഒരേ ഒരു പ്രാവശ്യം കണ്ടക്ട് ചെയ്യുള്ളൂ. ഓഫ്ലൈൻ ആയിരിക്കും എക്സാം, പെൻ ആൻഡ് പേപ്പർ മോഡിൽ. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏജ് മിനിമം 17 ഇയേഴ്സ് ആയിരിക്കണം. അതുപോലെ മാക്സിമം 25 ഇയേഴ്സ് ആയിരിക്കും ജനറൽ അല്ലെങ്കിൽ EWS കാറ്റഗറിക്ക്. പിന്നെ റിലാക്സേഷൻ ഉണ്ട്. SC, ST, OBC അല്ലെങ്കിൽ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 ഇയേഴ്സ് വരെ അവർക്ക് എക്സാം എഴുതാവുന്നതാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസ് 12 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അത് പഠിച്ചിട്ട് അത് പാസ്സായിട്ടുണ്ടാവണം. അതേപോലെ ഇംഗ്ലീഷ് ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. മിനിമം മാർക്സ് റിക്വയർഡ് ജനറൽ അല്ലെങ്കിൽ EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 50% ആണ്. അത് അഗ്രിഗേറ്റ് ഇൻ PCB, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റും കൂടി കൂടുമ്പോൾ നിങ്ങൾക്ക് 50% മിനിമം ഉണ്ടാവണം. SC, ST, OBCക്ക് ആണെങ്കിൽ ഈ PCBയിലെ അഗ്രിഗേറ്റിൽ 40% മതി. PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ PCBയിൽ 45% വേണം. അപ്പർ ലിമിറ്റ് ഒന്നുമില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്ന ഒരു എക്സാമാണിത്. നീറ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത് NCERT കരിക്കുലത്തിലെയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾക്ക് നന്നായി പഠിച്ചിട്ട് അത് എക്സാം, ഈ 3 സബ്ജക്റ്റാണ് നീറ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. നീറ്റ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 180 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 720 ആണ്. മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 hours ആയിരിക്കും. ഈ 180 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കണേന്ന് നോക്കാം. ഫിസിക്സ് മാക്സിമം 45 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്സ് ആയിരിക്കും. അപ്പോൾ 180 മാർക്സ്. കെമിസ്ട്രിക്കും 45 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതിലും 180 മാർക്സ്. ബയോളജിയിൽ 90 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ 90 × 4, അപ്പോൾ നമുക്ക് 360 മാർക്സ് ആണ് ടോട്ടൽ വരുന്നത്. ബയോളജി എന്ന് പറയുമ്പോൾ ബോട്ടണിയിൽ 45ഉം സുവോളജിയുടെ 45ഉം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുന്നതാണ്. -1 മാർക്കാണ് നെഗറ്റീവായിട്ട് വരുന്നത്. എക്സാം ഡേറ്റ്സ് മെയിനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മെയ് 2026 പിന്നെ ഇതിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് നന്നായി ഫോക്കസ് ചെയ്യുക. നിങ്ങൾ അതേപോലെ നെഗറ്റീവ് മാർക്കിംഗ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. NCERT ടെക്സ്റ്റും അതേപോലെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഹൈ yielding ആയിട്ടുള്ള ടോപ്പിക്സിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം.